ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെഡ് വെൽവെറ്റ് പാൻ കേക്കാണ്. ഇതുണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഈ പാൻ കേക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഒരു ന്യൂട്ടെല്ല പോറിംഗ് സോസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ആദ്യം തന്നെ നമ്മുടെ പാൻ കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 200 ml കപ്പാണിത്. ഓക്കെ, ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ആയിട്ടാണ് സിനമൺ പൗഡർ. ഇതുണ്ടെങ്കിൽ ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സിനമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാൻ കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു അരിപ്പ വെച്ച് സീവ് ചെയ്തെടുത്താലും മതിയാവും. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാൻ കേക്കിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് നല്ല തണുത്ത പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 1/4 കപ്പും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടി ചേർന്നതാണ്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ചേർക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു ബട്ടർ മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് നമ്മൾ തൈരും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. നോർമലി നമ്മൾ റെഡ് വെൽവെറ്റ് ആയിട്ടുള്ള ഏത് ഡിഷസും ചെയ്യുമ്പോൾ നമ്മൾ ബട്ടർ മിൽക്കും അതുപോലെ കൊക്കോ പൗഡറും അതിലെന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബട്ടർ മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണിത്, പാലും തൈരും വെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് ഇപ്പം പാലും തൈരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ നല്ല തണുത്ത മുട്ട തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. നമ്മുടെ കയ്യിൽ സിനമൺ പൗഡർ ഇല്ല, അല്ലെങ്കിൽ സിനമണിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിന് പകരം നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് മിക്സായി. ഇനി ഇതിലോട്ട് ആ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു റെഡ് കളർ നമ്മൾ ചേർക്കണം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ലിക്വിഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ ജെല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് നല്ല ബ്രൈറ്റായിട്ട് റെഡ് കളർ കിട്ടുന്നത് വരെ എത്രയാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് അത്ര യൂസ് ചെയ്യാം. ഓക്കെ, നല്ല ക്വാളിറ്റിയിൽ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ഫുഡ് കളറിൻ്റെ ടേസ്റ്റ് നമ്മുടെ പാൻ കേക്കിന് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വെറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡ്രൈ മിക്സിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ഒന്നിച്ച് തന്നെയാണ് ചേർക്കുന്നത്. ഓക്കെ, അത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടൊക്കെ മാറി ഒന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി മിക്സ് ചെയ്യരുത്, വളരെ പതുക്കെ, എന്നാൽ എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ. ഒരുപാട് സമയം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ സൈഡ്സിലുള്ള പൊടിയും അതുപോലെ താഴെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം മിക്സ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ഇതിനെ മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഓവർ മിക്സ് ആവാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ പാൻ കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നല്ല ചൂടുള്ള ഒരു തവയിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ പാൻ കേക്ക് ബാറ്റർ ഒരു തവി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചായിട്ട് ചെയ്യേണ്ട, നമുക്ക് ഇത്തിരി തിക്കായിട്ടുള്ള പാൻ കേക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമ്മളിതിനെ വളരെ ലോ ഫ്ലെയിമിലിട്ട്, നമ്മൾ സിമ്മിലിട്ട് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത്തിരി തിക്കായിട്ടുള്ള പാൻ കേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കൊടുത്ത് ഒരു ചെറിയ ഹീറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ താഴെ ഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വേണ്ട ആ ഒരു പെർഫെക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ സെൻറ്റർ ഭാഗത്തും സൈഡിലും ഒക്കെ നിറയെ ബബിൾസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതിൻ്റെ സൈഡ് ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോഴും ഇതുപോലെ നല്ല ബബിൾസ് വരുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ അവസാന ഭാഗം മെൽറ്റഡ് ബട്ടർ ചേർക്കുന്നത് ഏത് പാൻ കേക്കിനും ഇതുപോലെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എത്രമാത്രം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് റെഡി ആയിട്ടുള്ളത് എന്നുള്ളത്.
ഈ ഒരു റെസിപ്പി വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സൈസിലുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 6 പാൻ കേക്ക്സാണ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അപ്പം നമ്മളെല്ലാ പാൻ കേക്ക്സും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഒരു പോറിങ് സോസ് റെഡിയാക്കാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ ന്യൂട്ടെല്ല ചേർക്കാൻ നമ്മളൊരു ന്യൂട്ടെല്ല സോസാണ് റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂട്ടെല്ല ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ന്യൂട്ടെല്ലയുടെയും ബട്ടറിൻ്റെയും പാലിൻ്റെയും ഒക്കെ ആ ഒരു മെഷർമെൻറ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ചസ് വരുത്താം, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കൂടുതൽ സോസി ആയിട്ടുള്ള ഒരുപാട് ലിക്വിഡ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം പാല് ചേർത്താൽ മതി. ഇനി നമ്മളിതിനെ ഒരു 20 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തിട്ടുണ്ട്. ലോ പവറിലാണ് ചെയ്തത്. അപ്പോഴേക്കും നല്ല സ്മൂത്തായിട്ട് സിൽക്കിയായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നു, ആ ഒരു ഷൈനിങ്ങും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ നല്ല ഷൈനി ആയിട്ടുള്ള ലൂസായിട്ടുള്ള ഒരു സോസായി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സോസി ആവണമെങ്കിൽ കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ പാലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ പാൻ കേക്ക്സ് ഇവിടെ റെഡിയായി. ഇതിന് വേണ്ടിയിട്ടുള്ള സോസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ കൂടെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ മുകളിലോട്ട് നമ്മുടെ ആ ഒരു റിബൺ ആ ഒരു ടെക്സ്ചറുള്ള ന്യൂട്ടെല്ല സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിന് മുകളിൽ ഞാൻ കുറച്ചുകൂടി നന്നാവാനായിട്ട് കുറച്ച് വിപ്ഡ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പാൻ കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.